പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാഴ്ചശേഷി കിട്ടി തിരികെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കൃഷ്ണ. ഇതോടെ കൃഷ്ണ പഴയ കാര്യങ്ങൾക്കെല്ലാം തിരിച്ചടി കൊടുക്കണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഭാഗമായി ആദ്യം തന്നെ അടി കൊടുത്തത് ഭരത്തിനാണ്. ഉമയെക്കുറിച്ച് ഇനിയും അപവാദം പറഞ്ഞു നടക്കുകയാണ് എങ്കിൽ ഇതിനേക്കാളും മോശമായിരിക്കും തൻ്റെ പ്രതികരണമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. തൻ്റെ കൈപിടിച്ച് ഞെരിച്ചതിനെ തുടർന്ന് സിദ്ധുവും കൃഷ്ണ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതേ സമയം ഇനി ഇവിടെ നിങ്ങൾ തല്ലുകൂടണ്ട എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കാവ്യ തൽക്കാലത്തേക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളതെല്ലാം കൃഷ്ണയോട് പണ്ടേ വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി കൃഷ്ണ ഇവിടെയുള്ള ആരുടെയും മെക്കിട്ട് കയറാൻ നിൽക്കേണ്ടതില്ല. കൃഷ്ണയ്ക്ക് കൃഷ്ണയുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാം. ഞാൻ അതിൽ ഇടപെടുന്നതിനായി വരികയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് കാവ്യ. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി കൃഷ്ണയെ ഞെട്ടിക്കുന്നുവെങ്കിലും കൃഷ്ണ ഇതിന് പ്രതികാരം ചെയ്യും എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതേ സമയം തന്ത്രത്തിൽ തൻ്റെ വിവാഹത്തിൻ്റെ കാര്യം മുന്നോട്ട് നീങ്ങണം എന്ന് തീരുമാനിക്കുന്ന ഉമ ഇതേ തുടർന്ന് കൃഷ്ണയെ ചെന്ന് കണ്ട് കൃഷ്ണ കാരണം ഇപ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിരിക്കുകയാണ് എന്നും ഭരത് പറയുന്നത് പോലെ ഇപ്പോൾ പുറത്തുള്ള ആളുകളും പറഞ്ഞു തുടങ്ങി എന്ന് അറിയിക്കുകയാണ്. ഇനി എന്താകും എൻ്റെ ജീവിതം എന്നുള്ള കാര്യത്തിലും തനിക്ക് സംശയമുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഉമ. ഇത് കേട്ടതിനെ തുടർന്ന് ഉമയോട് ഉമ പേടിക്കേണ്ട എന്നും നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ഉമ ധൈര്യമായി മുന്നോട്ട് പോകണം. നാട്ടുകാർ പറയുന്നതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. മാത്രവുമല്ല നമുക്ക് കാര്യങ്ങൾ ശരിയാക്കാം എന്നുള്ള ഉറപ്പ് കൃഷ്ണ നൽകുകയും താൻ കൂടെയുണ്ടാകും എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ സമയം ഉമയാകട്ടെ കാവ്യയുടെ തീരുമാനം മാറിയില്ല എങ്കിൽ കൃഷ്ണ പറഞ്ഞതുപോലെ വാക്കുപാലിക്കുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. കാവ്യ ഇതേപ്പറ്റി എന്തായാലും ചോദ്യം ഉന്നയിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് തനിക്ക് ആ വാശിപ്പുറത്ത് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നതാണ്. താനൊരിക്കലും വിവാഹം കഴിക്കണം എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഉമയ്ക്ക് അന്ന് തന്നെ ആ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രവുമല്ല കാവ്യയല്ലാതെ മറ്റൊരാളെ തനിക്ക് ഭാര്യയായി കാണാൻ സാധിക്കുകയുമില്ല. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് വരുന്നത് പോലെ ചെയ്യാം. എന്തൊക്കെയായാലും കാവ്യയുടെ മനസ്സ് മാറും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്നും പക്ഷേ അതിനു മുമ്പ് ആ സിദ്ധുവിനെ ഇവിടെ നിന്ന് ഓടിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ഉമയാകട്ടെ അങ്ങനെ ഞാൻ വിട്ടുകളയാൻ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് മനസ്സിൽ പറയുകയാണ്. കൃഷ്ണയെ ഞാൻ സ്വന്തമാക്കുക തന്നെ ചെയ്യും. കൃഷ്ണ എൻ്റേതു മാത്രമായിരിക്കും. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. ഇതേ തുടർന്ന് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഉമ. മാത്രവുമല്ല ഇതേ തുടർന്ന് കാവ്യയെ ചെന്ന് കാണുകയും ചെയ്യുന്നു. കാവ്യയോട് കൃഷ്ണയുടെ ഇപ്പോഴത്തെ മാറ്റം വളരെയധികം സന്തോഷം നൽകുന്നതാണ് എന്നും പഴയതുപോലെ തന്നെ ഒരു കള്ളത്തരവും മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് ചിരിച്ചു കൊണ്ടുപോവുകയാണ്. ഈ കാഴ്ച കാണുന്നത് കാവ്യയ്ക്ക് കൂടുതൽ വേദന മനസ്സിലുണ്ടാക്കുകയാണ്. എന്നാൽ കാവ്യയാകട്ടെ ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു. ഇതിനിടയിൽ ജയമോഹിനി മുന്നിലേക്ക് വന്ന ഡിവോഴ്സ് കൊടുക്കണം എന്ന് പറയുകയും നീ ഇങ്ങനെ പിറകോട്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ അവനെ എളിതരമാകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇവിടെ കാവ്യ ഇനി ഒന്നും നോക്കാനില്ല, ഡിവോഴ്സുമായി മുന്നിലേക്ക് തന്നെ പോകാം എന്ന് തീർത്തു പറയുന്നു. ഇതോടെ ജയമോഹിനിക്ക് സന്തോഷമായിരിക്കുകയാണ്.
ജയമോഹിനി ഇതേ തുടർന്ന് കൃഷ്ണയെ കാണുകയും കൃഷ്ണയോട് ഓഫീസ് കാര്യങ്ങളിൽ ഇനി നീ അധികം ഇടപെടേണ്ട ആവശ്യമില്ല എന്നും ഇതുവരെ എങ്ങനെയാണോ ഭരത് ഓഫീസ് നോക്കിയത് അതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന കൃഷ്ണ അങ്ങനെയല്ല കാര്യങ്ങളെന്നും കാവ്യയുടെ അച്ഛൻ എനിക്കാണ് ഓഫീസ് ചുമതല നൽകിയിട്ടുള്ളത്, അത് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നോക്കുക തന്നെ ചെയ്യും, അതിൽ എന്നെ തടയുന്നതിനായി ആരും വരാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന ജയമോഹിനി അങ്ങനെ നീ മാത്രം തീരുമാനിക്കേണ്ട കാര്യമല്ല ഇതെന്ന് വ്യക്തമാക്കുകയാണ്. മാത്രവുമല്ല മറ്റൊരു കാര്യം കൂടി ഈ സമയത്ത് അറിയിക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുന്ന അവർ ഇനി കൃഷ്ണയ്ക്ക് കാവ്യയുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവും ഇല്ല എന്നും ഞങ്ങൾ ഡിവോഴ്സിന്റെ കാര്യത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്യുന്നു. നല്ലൊരു വക്കീലിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ടുമുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി കാവ്യയുമായി പിരിഞ്ഞ നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. സ്വത്തിൻ്റെ കാര്യമാകട്ടെ ഞങ്ങൾ വക്കീലിനെ കണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ബന്ധത്തിൽ നിന്ന് കാവ്യ മാറിയാലും സ്വത്തുക്കൾ അനാഥാലയത്തിൽ പോകാത്ത വിധം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിനായി ഞങ്ങൾക്ക് സാധിച്ചിട്ടുമുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങളെ പേടിപ്പിച്ച് കൂടെ നിർത്താം എന്നുള്ള വ്യാമോഹമൊന്നും വേണ്ട എന്ന് അറിയിക്കുന്ന ജയമോഹിനി ഞങ്ങൾ ഞങ്ങളുടേതായ തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുന്നതായി പറയുകയും ചെയ്യുന്നു. കൃഷ്ണയ്ക്ക് കൃഷ്ണയുടെ ലോകം, ഞങ്ങൾക്ക് ഞങ്ങളുടേതും, അതിലിനി മാറ്റമില്ല. ഇതോടെ കൃഷ്ണ ആകെ പകച്ചു പോയിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് കാവ്യയെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് കൃഷ്ണ ആലോചിക്കുന്നു. പക്ഷെ ഇതിനിടയിലാണ് തന്നെ തല്ലിയ കൃഷ്ണയ്ക്ക് തിരിച്ചടി താൻ കൊടുത്തിരിക്കുമെന്നും അല്ലെങ്കിൽ തൻ്റെ പേര് താൻ മാറ്റുമെന്നും വ്യക്തമാക്കിക്കൊണ്ട് ഭരത് മുന്നിലേക്ക് വരുന്നത്. ഇതോടെ ക്ലൈമാക്സിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.